going on, going thing. Whenever he found himself alone, he drew cats. He drew them on the margins of the priest's book and on all the screens of the temple. അതുപോലെ ടെമ്പിളിൻ്റെ സ്ക്രീനിൽ ഭിത്തിയിൽ ഒക്കെ അവനിങ്ങനെ ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ച്. He drew them on the margins of the priest's books and on all the screens of the temple. ഈ ടെമ്പിളിൻ്റെ ഭിത്തിയിലൊക്കെ അവൻ ചിത്രം വരച്ചു വെക്കും. And on the walls and on the pillars. Several times the priest told him this was not right. പലതവണ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് തീരെ ശരിയല്ല, അങ്ങനെ ചെയ്യരുതെന്നൊക്കെയുള്ള വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവൻ അതൊന്നും നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവന് ആ കാര്യം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. For that reason he was not quite fit to be an acolyte. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഒരു acolyte, ഒരു പ്രീസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ആളുകൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. ചിത്രം വരയ്ക്കുകയല്ല വേണ്ടത്, കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക, മനസ്സിലാക്കുകയാണ്. എ ഗുഡ് acolyte should study books. നല്ല ഒരു acolyte എന്താ ചെയ്യേണ്ടത്? പുസ്തകങ്ങൾ വായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു ദിവസം, one day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely. അങ്ങനെ ഇവൻ എത്ര പറഞ്ഞിട്ടും ഇവനിത് നിർത്താൻ കഴിയുന്നില്ല. എപ്പോഴും ഇങ്ങനെ പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സഹികെട്ട് പ്രീസ്റ്റ് അവനോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. സിവിയർലി സ്ട്രോങ് ആയിട്ട് അവനോട് പറഞ്ഞു, മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. അല്ലേ, അവനോട് പറഞ്ഞു, നീ ഇനി അധികം ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളുക. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നിനക്കൊരിക്കലും ഒരു പ്രീസ്റ്റ് ആവാൻ കഴിയില്ല. പ്രീസ്റ്റ് ആകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം. നീ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്കൊരിക്കലും ഒരു പ്രീസ്റ്റ് ആവാൻ കഴിയില്ല. ചിലപ്പോൾ നീ എന്താവും? ഒരു നല്ല ചിത്രകാരനായി മാറും. അല്ലേ, അതിനുള്ള കഴിവ് നിനക്കുണ്ട്. യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. Now let me give you a last piece of advice and be sure you never forget it. ഇനി സാധനങ്ങളൊക്കെ എടുത്തോളൂ, പാക്ക് ചെയ്തോളൂ, വേഗം സ്ഥലം വിട്ടോളൂ. അതിനു മുമ്പ് എനിക്ക് അവസാനമായിട്ട് നിനക്കൊരു ഉപദേശം തരാറുണ്ട്. അത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല. യു നെവർ ഫർഗെറ്റ് ദാറ്റ് അഡ്വൈസ്. അപ്പോൾ ഈ ഒരു അഡ്വൈസ് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഥ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഉപദേശം കൊണ്ട് കുട്ടിക്ക് എന്ത് ഗുണമാണ് കിട്ടിയതെന്ന്. അപ്പോൾ ഈ പ്രീസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യം എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ചെറിയ സ്ഥലങ്ങൾ ഉപയോഗിക്കുക. ചെറിയ സ്ഥലത്ത് കിടക്കുക. വലിയ തുറന്ന സ്ഥലത്തൊന്നും കിടന്നുറങ്ങരുത് എന്നാണ്. പോകുന്നതിന് മുമ്പ് എന്തോ ദിവ്യദർശനം കിട്ടിയിട്ടായിരിക്കും, ഏതായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. The boy did not know what the priest meant by saying avoid large places, keep to small. അപ്പോൾ എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞത്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും കുട്ടിക്ക് മനസ്സിലായില്ല. അവനിങ്ങനെ കുറേ നേരം ആലോചിച്ചു. ഹി തോട്ട് ആൻഡ് തോട്ട് while he was tying up his little bundle of clothes to go away. അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് ആലോചിച്ചു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. അവന് പിടുത്തം കിട്ടിയില്ല. But he could not understand those words and he was afraid to speak to the priest anymore. വീണ്ടും ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കാനുള്ള ധൈര്യവും അവനുണ്ടായില്ല. അതുകൊണ്ട് അവൻ അവസാനമായിട്ടൊരു വാക്കും കൂടി പറഞ്ഞു, ഗുഡ് ബൈ. He left the temple very sorrowfully. Sorrowfully എന്ന് വെച്ചാൽ വളരെ സങ്കടത്തോടു കൂടിയാണ്.
അവന് അവിടെ നിന്ന് തിരിച്ച് പോകുന്നത്. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു. അവൻ അറിയില്ലായിരുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത്. ഇഫ് ഹി വെൻറ്റ് സ്ട്രെയിറ്റ് ഹോം ഹി ഫെൽ ഷുവർ ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഹാവിങ് ബീൻ ഡിസൊബീഡിയൻറ്റ് ടു ദ പ്രീസ്റ്റ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ അവനെ പണിഷ് ചെയ്യും. കാരണം എന്താണ്? പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നതിന് അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ ആണ് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ അവൻ വീട്ടിലേക്ക് ചെന്നാൽ അവന് അച്ഛൻ്റെ വഴക്കും കൂടി കേൾക്കും അല്ലേ? ഡിസൊബീഡിയൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അനുസരിക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ അവന് ധൈര്യമില്ലായിരുന്നു. ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം. വീട്ടിൽ പോകാൻ അവന് പേടിയായിരുന്നു. All at once he remembered that at the next village 12 miles away there was a very big temple. അപ്പോൾ ഏതായാലും ഒരു അസിസ്റ്റൻ്റായിട്ട് തന്നെ എവിടെയെങ്കിലും പഠിച്ച് ഒരു പ്രീസ്റ്റ് ആവുക, അതാണല്ലോ അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ അത് തന്നെ തുടരാൻ വേണ്ടി അയാൾ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അടുത്ത ഗ്രാമത്തിൽ ദ നെക്സ്റ്റ് വില്ലേജ് ദർ ഈസ് എ വെരി ബിഗ് ടെമ്പിൾ. അവൻ ഓർത്തു ഒരു കാര്യം, തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ഒരു വലിയ അമ്പലമുണ്ടല്ലോ. He had heard there were several priests at that temple. അപ്പോൾ അവനറിയാം അവിടെയും കുറേ ഇത്തരത്തിലുള്ള പ്രീസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതേപോലെ ഒരു അക്കോലൈറ്റ് ഒക്കെ ആയിട്ട് അവിടെ നിൽക്കാൻ കഴിയും. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്കോലൈറ്റ്. അപ്പോൾ ഒരു അസിസ്റ്റൻ്റായിട്ട് സഹായിയായിട്ട് തന്നെ എടുക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഏതായാലും വീട്ടിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് നൗ ദാറ്റ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. അപ്പോൾ ഈ ഒരു അമ്പലം അവന് കുറേ നേരത്തെ കേട്ടിട്ടുള്ള അറിവ്, പോയിട്ടുള്ള അറിവൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ അമ്പലത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുണ്ട്. എന്താണ്? ദിസ് ബിഗ് ടെമ്പിൾ വാസ് ക്ലോസ്ഡ് അപ്പ്. അടച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം സംഭവിച്ചിട്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി ഇതൊന്നും അറിയില്ലായിരുന്നു. ദ റീസൺ ഇറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ് അപ്പ് വാസ് ദാറ്റ് എ ഗോബ്ലിൻ ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ്. അപ്പോൾ ഒരു ഭീകരനായ ഒരു ഭൂതം, ഗോബ്ലിൻ എന്ന് വെച്ചാൽ നാടോടി കഥകളിലുള്ള പേടിപ്പിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഈ ജീവി ഈ ഒരു വിഹാരയിൽ അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ കയറിപ്പറ്റി അതിനുള്ളിൽ ഇരിക്കുകയാണ്. അവിടേക്ക് വരുന്ന ആളുകളെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണ്. ഇറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദാറ്റ് പ്ലേസ്. ആ സ്ഥലം അതിൻ്റെ കയ്യിലാണ്. അങ്ങനെ some brave warriors had afterward gone to the temple at night to kill the goblin. അങ്ങനെ some warriors എന്ന് വെച്ചാൽ എന്താണ്? യോദ്ധാക്കൾ. അപ്പോൾ നല്ല ധൈര്യമുള്ള ചില സോൾജേഴ്സ് അവർ ഇതിനെ വധിക്കാൻ നോക്കി. പക്ഷേ ആ പോയ ആളുകളൊന്നും പിന്നീട് തിരിച്ചു വന്നില്ല. They had never been seen alive again. Nobody had even ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കുട്ടിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവന് ഒരു അക്കോലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അവന് ആ ഒരു കുറച്ച് ദൂരെയുള്ള ആ ഒരു അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. When he got to the village, it was already dark. അപ്പോൾ അവൻ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും കുറേ സമയമായിട്ടുണ്ടായിരുന്നു, രാത്രിയായിട്ടുണ്ടായിരുന്നു. It was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street. Principal here means the main street. അപ്പോൾ പ്രധാനപ്പെട്ട സ്ട്രീറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ആ വലിയ കുന്നിൻ്റെ മുകളിൽ അവിടെ മാത്രം ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ആളുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി സോ ദർ വാസ് ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ലൈറ്റ് അവൻ കണ്ടു. പീപ്പിൾ ഹു ടെൽ ദ സ്റ്റോറി സേ ദാറ്റ് ദ ഗോബ്ലിൻ യൂസ് ടു മേക്ക് ദാറ്റ് ലൈറ്റ് ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. അപ്പോൾ കഥകൾ പറയുന്ന ആളുകൾ പറയുന്നത് എന്താണ്? ഈ ഒരു ലൈറ്റ് ഇത് ഈ ഗോബ്ലിൻ അല്ലെങ്കിൽ ഈ ഒരു ഭൂതത്തിൻ്റെ പരിപാടിയാണ്. എന്താണ്? ഒറ്റയ്ക്ക് വരുന്ന, ഏകാന്തമായിട്ട് വരുന്ന ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കാനും
ഒരു ഷെൽട്ടർ, ഒരു താമസ സ്ഥലം ചോദിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കെണിയാണ് ഈ ഒരു വെളിച്ചം എന്നാണ് ആളുകൾ പറയുന്നത്. ദ ബോയ് വെൻറ്റ് അറ്റ് വൺസ് ഇൻ ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക്ഡ്. ദെർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. അവനവിടെ ചെന്ന് വാതിലിലൊക്കെ ഒന്ന് മുട്ടി നോക്കി. നോക്ക്ഡ് ബട്ട് ദെർ വാസ് നോ സൗണ്ട്. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. വീണ്ടും മുട്ടി നോക്കി, എന്നിട്ടൊന്നും ഒരു അനക്കവുമില്ല. Nobody came. At last he pushed gently at the door and was quite glad to find that it had not been fastened. Fastened എന്ന് വെച്ചാൽ അടയ്ക്കുക, പൂട്ടിയിടുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആ മെല്ലെ ഒന്ന് തള്ളി നോക്കി അതിനുശേഷം. അപ്പോഴാണ് അവന് മനസ്സിലായത് ഈ വാതിലൊന്നും പൂട്ടിയിട്ടില്ല എന്നവന് മനസ്സിലായി. സോ ഹി വെൻറ്റ് ഇൻ ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അങ്ങനെ അവൻ ആ ഒരു അമ്പലത്തിനുള്ളിലേക്ക് കയറി. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ്. അവിടെ വലിയൊരു വിളക്ക് കത്തി നിൽക്കുന്നത് കണ്ടു. പക്ഷേ അവിടെ ഒരു പ്രീസ്റ്റിനെയും അവൻ കണ്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്